നീ എന്നാണ് എനിക്ക് ചോദിക്കോളെ? ഓ എൻ്റെ പൊന്നു ഞാനൊന്നുമില്ല. 4-5 വർഷം പോയി. ഇനി വേണമെങ്കിൽ തന്നപ്പടി തന്നെ ഓട്ടെ. ഫ്രിഡ്ജിലെ തൂക്കിണ്ട് ഫ്രിഡ്ജിൽ 3 ഇരിക്കണ്ട്. നമുക്ക് മാറ്റിയാലാ? എന്ത് പറയണേ? എടുക്കണീ എക്സ്റേ എന്നിട്ട് ഇത്ര ഉള്ള കാണിച്ചാടാ. ഇതിലിന്റെ പല്ലെവിടെ? പല്ലെവിടെയാടാ? കാണാൻ പറ്റുള്ളല്ല. ഇതാ ഇതിലേതാടാ? ഇത് വളഞ്ഞ് കൊമ്പോലെ ഇരിപ്പുണ്ടല്ലോ. പന്നിടത് ഏറ്റവും ഉണ്ട്. എടാ ഒരു മിനിറ്റ്. എടാ അപ്പൊ റെസ്റ്റ് ഉണ്ടാ? റെസ്റ്റ് ഉണ്ടാടാ? എത്ര ദിവസമാണ്? 2 ദിവസമോ? പിന്നെ 2 ദിവസമോ? 2 ആഴ്ച? ഓ 2 ആഴ്ച റെസ്റ്റാ? അപ്പൊ ഇത്രയും പെട്ടെന്ന് നീ വന്ന എന്തിനാണ്? 3 ദിവസമല്ലായിട്ടുള്ളു. എന്താണ് എന്താടാ പേഴ്സിൽ? എന്താണ്? കാശാ? കാശിന് വേണ്ടിയിട്ടാണോ? കാശ് എന്തിനാണ്? ഓപ്പറേഷൻ നടത്തി കയ്യിലെ കാശൊക്കെ തീർന്നാ? ജോസ് ചേട്ടാ. പറഞ്ഞേട്ടാ. ഞങ്ങളിവിടെ ഉണ്ട്. ഇല്ല അവന്റെ ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിലുണ്ട്. അവൻ കൂട്ടാൻ്റെ വീട്ടിൽ പോയേക്കണാണ്. ഇല്ല കുഴപ്പമില്ല. ചേട്ടൻ പേടിക്കാണ്ടിരി. ഇവിടെ ഓക്കെയാണ്. ചേട്ടൻ അയച്ചിട്ടോ? ശരി അവന്റെ പാർട്ടിയിലാണ്. അല്ല മറ്റേ പാർട്ടിയല്ല, സെലിബ്രേഷൻ ഇല്ലേ അതിന്റെ ആണ്. ശരി ചേട്ടാ ഞങ്ങ ലൈവ് ലൊക്കേഷൻ അയക്കാം. അപ്പൊ ചേട്ടാ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ ലൈവ് ലൊക്കേഷൻ അയച്ചിടാം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോണെന്ന് ചേട്ടൻ അറിയാം. കൊറേ നേരമില്ല. ചില്ലടിച്ച് പൊട്ടിക്കോ. നിങ്ങ എന്താടാ നിങ്ങൊന്ന് പറമ്പിൽ കളിക്കാൻ പറ്റൂലേ? റോഡിൽ തന്നെ കളിക്കോളാ. നീ കേസാണ്. ഇതൊക്കെ പൊക്കോ. ഇത് എവിടെ നിന്ന് കൂടുന്നതാണ്? തരൂല പൊക്കോ. എന്ത് ചേട്ടാന്ന് ഇത്രയും നേരം ക്ഷമിച്ചല്ലേ? പിന്നെ രണ്ടാമത് വന്നോണ്ടിരിക്കുന്നത്. പൊക്കോ തരൂലെന്നേ. ഇപ്പോ എവിടെ നിന്റെ അച്ഛനൊക്കെ എവിടെയാണ്? അവിടെയാണ് വിളിച്ചോണ്ടോ പറ. പൊക്കോ തരൂല വേണ്ടെന്നേ. പൊക്കോന്ന് എന്താണ്? മൂച്ചക്കനാണോ മയില്? ഇവിടെ വെള്ളമായിരുന്നില്ലേ? എന്നാ വേണ്ട. അപ്പോ അങ്ങോട്ട് പൊക്കോ. ഞാൻ വീട്ടിൽ കളിയുമ്പോ കാട്ടിലേക്ക് അവിടേക്കാളും കളി. പൊക്കോ നീ. വേണ്ട. അപ്പോ അന്നെടുത്ത് നീ വീട്ടിൽ പോയി കളിക്ക്. വേണ്ട. ഇല്ല തരൂല. പൊക്കോ. ഇല്ല ബോൾ തരൂലെന്നെ. പൊക്കോ. എങ്ങാട് തന്നെയാണ്. ഞാൻ ഒന്ന് മേടിക്കണം. എന്താടാ? ജോസ് ചേട്ടാ ഞങ്ങടെ മാറേണ്ട. പുള്ളി ലൊക്കേഷൻ ഞാട് വിളിക്കാം. അങ്ങാട് പോയി. അട ഇത് നാളെ നീ കാണിച്ചു തന്ന വീടല്ലേ ഇടുക്കിയിലുള്ളത്? അങ്ങാടോണേണ? അയവക്കുണ്ടല്ല. അപ്പൊ അനീത്യ അവളവിടെ നേരത്തെ തന്നെ പോയി സെറ്റായ? എന്താടാ അപ്പൊ നിർത്തി പോണേള്ളെല്ലാം? അവിടെ അങ്ങനെ പോണ്ട എന്ത് കാര്യമുണ്ട്? പോയിട്ട് ഇവിടെ കൂടിയാ പോരാ നമുക്ക്. അപ്പൊ ഇടി മനോജിന് വെറും മനോജാണ്. ഇയാള് പിന്നെ വിളിക്കണ ജോസ് ചേട്ടാ.
ഞങ്ങൾ അവന്റെ പുറകെ തന്നെ ഉണ്ട്. ഞങ്ങള് ദേവന്റെ പുറകെ തന്നെ ഉണ്ട്, പോയിക്കൊണ്ടിരിക്കണാണ്. തുരുത്തുപുറത്താണ്. ആ ഇല്ല ഇല്ല, സേഫ് ആണ്. അതാ ഇവിടെ ഓക്കെയാണ്. നിങ്ങൾ അവന്റെ കൂടെ ഉള്ള കാര്യം അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ആപ്പാടെ പ്രശ്നം ഉണ്ടാക്കും. അവനെയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇല്ലേട്ടാ, ഞങ്ങൾ നോക്കിക്കോളാം. ചേട്ടൻ അനുസരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ അവന്റെ പുറകെ തന്നെ ഉണ്ട്. ചേട്ടൻ ഞങ്ങൾ ഒരു പണിയാ, ഞങ്ങളെ ലൈവ് ലൊക്കേഷൻ അയക്കാം. അതാവുമ്പോ ഞങ്ങൾ അങ്ങാടൊക്കെ പോണെന്ന് ചേട്ടൻ അറിയാൻ പറ്റും. ശരി, നീ പെട്ടെന്ന് തന്നെ അയച്ചത്. ശരി ചേട്ടാ, ഞങ്ങൾ വിളിക്കാം. ചേട്ടാ എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണമെന്നില്ല കേട്ടാ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങാട് വിളിച്ചോളാം. ശരിടാ, വിളിച്ചാ മതി. ശരി ശരി. ലൊക്കേഷൻ കണ്ടാടേ, 62-ാം വയസ്സിലുള്ള പുള്ളിയുടെ ടെൻഷനാണത്. ഇതൊക്കെ തന്നെ നമുക്കും. നീ പറയണ പോലെ അത്ര എളുപ്പമൊന്നുമില്ല നിർത്താൻ. എൻ്റെ മനോജേ, ഈ ചക്കൻ കഴിഞ്ഞ ദിവസം ബോംബെയിൽ നിന്ന് പണ്ടാറടങ്ങാനായിട്ട് നേരെ വന്നിറങ്ങിയത് ബാബുവിൻ്റെ മുന്നിലേക്കാണ്. അവനെ മാർക്കറ്റിൻ്റെ അടുത്തുള്ള മറ്റേ ചിക്കുൻ്റെ കടയിലേ അവിടെ സർബത്ത് കുടിക്കാൻ നിന്നപ്പോൾ ബാബു ചേട്ടൻ വന്നിട്ട് ചക്കനെ നല്ല ഇട്ടിടിച്ച്. ആ കണ്ണടയിലേ സ്റ്റൈലൊന്നുമല്ല, അവന്മാരിടിച്ച് പരത്തിയത് പുറത്തറിയത് വയ്ക്കാൻ വേണ്ടി വെച്ചേക്കണാണ്. അടിയും കൊണ്ട് ഇവൻ നേരെ പോയത് തമിഴിൻ്റെ ബാബർ ഷോപ്പിലേക്കാണ്. ജോസ് ചേട്ടനാണെങ്കിൽ അവിടെ താടി മടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെക്കനെ വിളിച്ചുകൊണ്ട് അപ്പം തന്നെ ജോസ് ചേട്ടൻ ബാബുവിൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ ഇവിടെ അടി ഇടി വെടി പൂരമായിരുന്നു. വെറും പൂരമല്ല, ചെറായി പൂരമായിരുന്നു. മനോജേ, നമ്മുടെ ജോസ് ചേട്ടൻ തോക്ക് വാങ്ങിട്ടാ. എടാ കൂള, നിനക്ക് തരാനുള്ള കാശ് തന്നില്ലടാ. പിന്നെ എന്തിനാ എന്റെ ചെറുക്കൻ ഉണ്ടാക്കാൻ നിൽക്കുന്നു? ഇനി എന്റെ ചെറുക്കൻ്റെ പണിയാൻ നിന്നോ നിന്നെ വിട്ട് കോഴിക്കാനിട്ട് കൊടുക്കും. അവന്റെ കോണാത്തിലെ കോഴിക്കച്ചവടം. ബാബുവാണ് ഞാൻ ചെക്കനെ തട്ടാൻ നടക്കാണ്. ചെക്കൻ എന്തെങ്കിലും പറ്റിയ പിന്നെ ചോദിച്ചാണ്ട് പിടിച്ചാൽ കിട്ടൂലട്ടാ. ഈ ചെക്കനാണെങ്കിൽ ഒരൊറ്റ പൊത്തിക്കാരൻ മൈരൻ ചെക്കൻ. ഒരു പറപ്പേടായിട്ട് ഇറക്കണം. അവിടെ നീയില്ലാത്ത 2 ദിവസം എനിക്ക് നല്ല പണിയായിരുന്നടാ. 2 ദിവസമായി കൊച്ചിനെ കണ്ടിട്ട്. ഈ മൈരൻ ചെക്കൻ്റെ പുറകെ കിടക്കണായിരുന്നു. നിങ്ങളുടെ പോയത് സ്ട്രൈറ്റാണോ പോയേ? ഈ വണ്ടി വെച്ച് എങ്ങനെ ഫോളോ ചെയ്യുന്നതാണ്? മനോജേ, നമ്മളെ കൊണ്ടൊന്നും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നല്ലടാ. എന്താണ്ട് പറയുമല്ല, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റാ, അങ്ങനെ എന്താണ്ടുണ്ടല്ല. ജീവിക്കാൻ വേണ്ടി സ്വന്തം കൂട്ടുകാരനെ തട്ടാനാണെങ്കിൽ അതും ചെയ്യണം. എന്താല്ലേ ഇവിടെ നിന്ന് വിളിക്കാൻ പറ്റില്ല. പോയേ പോയേ, അവിടെ മാറിയെന്ന് വിളിച്ചേ. ചെവിടിട്ടൂടെ? അപ്പുറം അവിടെ പുറത്തു പോയി വലിച്ചോ. പറയണേക്ക് അപ്പുറം വഴിയുണ്ടല്ലോ, അവിടെ മാറിയെന്നല്ലോ. ഇവിടെ തന്നെ എന്നിട്ട് വിളിക്കുള്ളൂ. അതൊന്നും പറ്റില്ല, അങ്ങോട്ട് മാറിയെന്ന് വിളിച്ചേ. പോയേ പോയേ, അപ്പുറത്ത് പോയി വലിക്ക്. അത് ശരിയാവും. എനിക്ക് എൻ്റെ അപ്പനാരാന്നറിയോ? തൻ്റെ അപ്പനാരായാലും എനിക്കെന്താണ്? പോയേ പോയേ, സ്ഥലം വിട്ടോ. വേഷം കിട്ടാ അഭ്യാസമൊന്നും ഇവിടെ വേണ്ട. പോയേടോ, പറ്റൂല, ശരിയാവൂല. ഞാൻ വേഷം കിട്ടിയല്ലോ. പോയേ പോയേ പോയേ, പോ. വീശും. അവിടെ എന്താണ്ടുണ്ടല്ലോ. നീ തന്നെണ്ടാ? ഞാൻ പോയിട്ടില്ല. കത്തിയുടെ മൂർച്ചണ്ടാ നീ? മര്യാദ പോയിക്കോ. മര്യാദ പോയിക്കോ. പോയി തരത്തി പോയി കളിക്കടാ. പോടാ. കഞ്ചാവ് അടിച്ചു വന്നേക്കണത്. ചേട്ടോയ്, പാലക്കാടൻ മട്ടരി ഉണ്ടാ? ഉണ്ട്. ബാ, എത്ര കിലോ വേണം മോനെ? മട്ടരിയില്ല, വെള്ളരിയാണ്. പഞ്ചസാര കിട്ടിയോ? പഞ്ചാര ഉണ്ട്. പഴോ? ഇല്ല, ഞാലിപ്പൂനില്ല, പാളയംകുടനാണ്.
ഞാനൊരു 30 സ്നാക്കി മേടിച്ചിട്ടുണ്ട്. 30 എന്തിനാണ്? അത് കുഴപ്പമില്ലെന്ന് ഇടക്കിടക്ക് വരണ്ടല്ലോ. നീ എന്തൊക്കെയാ കാണിക്കണേ? ഞങ്ങാട് വിളിക്കാന്ന്. ആവശ്യമുള്ള മാത്രം വാങ്ങിച്ചാ പോരെ, വെറുതെ കയ്യിലിരിക്കുന്ന വിളിക്കാന്ന് പറയല ഞങ്ങാട്. ഇതിപ്പോ മൊത്തം എത്രയായി? എന്റെ പൈസ വല്ലതുണ്ടോ? ഞാൻ വല്ല അയക്കണോ? ഞാൻ വേറെ പരിപാടിയിലാണ് വിളിക്കാം. ആ മൂഞ്ചില്ല, കള്ളപ്പന്നി പറ്റിച്ചൊന്നുമില്ല. കളഞ്ഞിട്ടുണ്ടാ حبوا علي وانتي اهلا منديرك بعيدة ما نبكي عليك نظلمي ولا الكوزين ديدي 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 زين الديواه ديدي واه ديدي 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 زين الداي ഇനി ഇവിടെ എന്താ എങ്ങനെന്നാവോ? ഓടി വണ്ടിയുടെ എഞ്ചിൻ പഴുത്ത്. ഈ ചെക്കനെ വീട്ടിലങ്ങനെ പണ്ടാണെങ്കിൽ പോരെ, ഇങ്ങാട് ഇട്ടിരുത്തേക്കണ. കാണാനല്ലടാ, ഒന്ന് പോയി നോക്കിയാലാ? നോക്കാം. നീയൊക്കെ ആരാ? ആരുടെ മാതിരിയാ നീയൊക്കെ? കൊണ്ടുവരുന്ന ആരും കൂടി എങ്ങനെയാന്നൊന്ന് നോക്കട്ടെ. പിന്നെ ഒരു പൊതുപ്പ് മേടിച്ചോ, തണുപ്പാണ്. തിരക്കാണെ പിന്നെ വിളിക്കാം.
ഹലോ ഉണ്ണി, ഹലോ ഉണ്ണി, എത്ര നേരമായി വിളിക്കുന്നത്? നീ എന്തായി ഫോൺ എടുക്കാത്ത? ഹലോ ഹലോ ഉണ്ണി, എന്റെ മോൻ എന്തേ? അവനെന്തെങ്കിലും സംഭവിച്ചോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവര്? എടാ മൈല, എന്തെങ്കിലും വാ തുറന്ന് പറ, കുറെ നേരം കൊണ്ട്. ഹലോ ഉണ്ണി. അതിനകത്ത് ഉണ്ടായിരുന്നില്ലടാ. ലൊക്കേഷൻ ഇത് തന്നെയല്ലേ? ഉറപ്പല്ലേ? ഒന്നുകൂടെ നോക്കണോ? ഇറങ്ങടാ. ജിത്തു, അങ്ങോട്ട് പോയി നോക്കടാ. നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട്. എടാ നേരെ നോക്കിയോ നീ? വീട്ടിനകത്ത് നോക്ക്. അങ്ങോട്ട് പോയി നോക്ക്. വീട്ടിൽ നേരെ നോക്കിയേ. എന്റെ അപ്പനാടാ.
മോനെ ഇവിടെ കാണാനില്ല, ഉറപ്പാണോ? നിന്നെ കൊല്ലൂടാ. അങ്ങോട്ടൊക്കെ നോക്കണം. മനോജേ വീടിന്റെ അകത്തുണ്ടെന്നാണ് അവിടെ പോയത്. ജോച്ചേട്ടാ ചിത്തപ്പനുണ്ട്, വേഗം വാ. മനോജേ എന്തായി? എണീക്കടാ. എന്തുണ്ടായി? എന്തുണ്ടായി പറയാൻ? എണീക്കടാ. ഇവിടെ മിണ്ടല്ല. പൈസ വണ്ടി എടുത്തു. മനോജേ അവരെത്ര പേരുണ്ടായിരുന്നു? ബാബു ഉണ്ടായിരുന്നോ? വരെ പൊക്കടാ. ജോച്ചേട്ടാ പോവാം. അവിടെ കിടന്നോ? വണ്ടി എടുക്കണ സ്റ്റാർട്ടാവണില്ല. എല്ലാത്തിനെയും കൂട്ടിക്കോ. 10 പോരാ. എന്റെ അടുത്തുള്ള പിള്ളേരെ മുഴുവൻ ഇപ്പൊ തന്നെ മൈരം ഭവന് വെറുതെ വിടാൻ പറ്റില്ല. ഞങ്ങളെ കൊണ്ട് വന്നോണ്ടിരിക്ക. നീ അങ്ങോട്ട് പോരെ, നമുക്ക് ഒരുമിച്ച് പോവാം. ഓ ഈ മയിര് പട്ടിയൊന്നും മിണ്ടായിരുന്നു, ഇല്ലി പിടിക്കാൻ വിളി കളയും. ഹലോ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എവിടെ തന്നെ നിൽക്കും, ഞങ്ങൾ ഇപ്പൊ വരാം. വണ്ടി ഇരിക്കും. മനോജേ ഉണ്ണിക്കൊന്നും പറ്റില്ലാന്ന്, അവനാണ് ഫോണില്. വണ്ടി ഇരിക്കും. എടാ ഞങ്ങൾ ഇപ്പൊ എത്താടാ. വളയ്ക്ക്. എന്റെ ചെക്കനിട്ട് പണിയിരുന്ന മയിലിനോട് ഞാൻ പറഞ്ഞതാ, പിന്നെ അവൻ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. വേഗം വിട. മനോജേ ഉണ്ണിയും വേണം നമ്മുടെ കൂടെ. അവനെ പോയി എടുക്കാം. ബാബുവിന്റെ അടുത്ത് പോകുമ്പം അവനും കൂടെ വേണം. ഒന്ന് കൂടാ. ഒന്ന് നീ ഒറ്റയ്ക്ക് പോയ വല്ലതും ചെയ്യൂ. ഒന്നാ ചെല്ലുന്നു. നീ വണ്ടി എടുക്കും. എടി നീ പേടിക്കാണ്ടിരിക്കുന്ന കരയാണ്ടിരിക്കുന്ന ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ രാത്രി ആകുമ്പോഴേക്കും എത്തും. എടി നീ വെറുതെ കറഞ്ഞ് കൊച്ചിനെ പേടിപ്പിക്കല്ലേ. കുഴപ്പമൊന്നുമില്ലെന്ന്. എടി ഞാൻ അങ്ങോട്ട് വിളിക്കാട്ടാ, വിളിക്കാം. ആ മനോജ് നിനക്ക് എന്താ പറ്റിയ? അവനെന്താ ചെറുക്കണ്ട്? ആ ചെറുപ്പ് എന്താണ്ട് പറ്റിയ എൻ്റെ തല കഴിച്ചടാ. ഞാൻ ചോദിച്ചാൽ വിളിക്കുമ്പോൾ നീ ഉണ്ടായി അവൻ്റെ അടുത്ത്. ജിതപ്പൻ എന്തേ? നീ എന്താണ് ഈ കാണിക്കുന്നത്? ഈ സാധനം എടാ അതുകൊണ്ടൊന്നും അയക്കാൻ പറ്റുമൊന്നുമില്ല.
മനോജ് കല്ല് താഴെടാ. ഇത് മയിലിനെ കാണിക്കണേ. ഉണ്ണി, കരയില്ലടാ കരയില്ലടാ. ജോഷി ഇത് കുറച്ചാഴ്ച പിള്ളേരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായില്ല. അവരെന്തിനാ വന്നേന്ന് പറഞ്ഞില്ല. എന്തായാലും ഞാനും മരം പൊക്കി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് ഇട്ട് ചോദിച്ചോളാം. നിന്റെ ആ ചീളിയൊക്കെ അവിടെ ഇല്ല. നീ എന്ത് മയിലാണ് ഉണ്ണിയെ കാണിച്ചേ? എടാ ഉണ്ണി കരയില്ലടാ. ജോഷിനെ കൊല്ലാൻ.